ത്തിനുള്ളതാ. പാമ്പ് കടിക്കുന്നതിന് എലിവിഷം, ചിലന്തി വിഷം ഇതിനെല്ലാം ഉപയോഗിക്കുന്നതാണ്. പാരമ്പര്യം മുതൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും വല്യമ്മയും എല്ലാം ഇത് കഴിച്ച് ഒരുപാട് പേർക്ക് സുഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇത് ഉപയോഗിച്ചാൽ അസുഖം ഭേദമാകും. ഇതിന് വേറൊരു പേരുണ്ട്, ഈശ്വരമൂലി അല്ലേ? ഈശ്വരമൂലി. ഇതിന് വേറൊരു പേരുണ്ട്, ഈശ്വരമൂലി. ഇതിവിടെ നട്ട് വളർത്തുക. ഒരുപാട് പേരെ ഇപ്പോഴും ചികിത്സിക്കുന്നുണ്ട്. അങ്ങനെ എലിവിഷം, ചിലന്തി വിഷം ഇങ്ങനെയൊക്കെയുള്ള വിഷങ്ങളുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ അതിന് പ്രതിവിധി കാണാം. എത്ര വർഷമായിട്ട് വിഷവൈദ്യത്തിന്റെ മരുന്നുകൾ ചികിത്സ ചെയ്യുന്നുണ്ട്? വർഷങ്ങൾ ഇപ്പോഴൊന്നും അല്ല, പണ്ട് മുതലേ ചെയ്യുന്നുണ്ടല്ലേ? എൻ്റെ പൊടിപ്പരവും മുതലേ എൻ്റെ പിന്നെ വല്യച്ഛനും വല്യമ്മയും എൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഈ ചികിത്സയാണ്. ഇപ്പം അത് അവരെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാനാ ഈ ചികിത്സ ചെയ്യുന്നത്. ഇപ്പം സഹോദരങ്ങളായിട്ട് ആരൊക്കെ ഉണ്ട്? സഹോദരങ്ങളൊന്നും ഇല്ല എനിക്ക്. ഇല്ല. നിങ്ങളുടെ കുടുംബം എവിടെയായിരുന്നു? കുടുംബം വില്ലൂര്, ചെങ്ങമനാട് വില്ലൂര്. ഇവിടെ രോഗികളായിട്ട് കഠിനമായ വിഷദംശനമേറ്റ് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇപ്പോഴൊരാളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുക. അയാൾ ആസ്പത്രി പോയി 4.5 മാസം മെഡിക്കൽ കോളേജിൽ കിടന്ന് ഇപ്പം വന്ന് സുഖം ആയി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അത് എന്താ ഇത് തന്നെ പാമ്പ് തന്നെ കടിച്ചു? എലിവിഷത്തിന് എങ്ങനെ വ്രണമാവുകയും? ആദ്യം തലയ്ക്ക് അത് സംഭവിക്കും. തലയിലാണ് സംഭവിക്കുന്നത്. ചൊറിച്ചിലാണ്. വട്ടത്തിൽ ചൊറിയും. വട്ടത്തിൽ ചൊറിഞ്ഞിട്ട് ചാമ്പല് പോലെ ഇളകും. പിന്നെ അത് ചൊറിഞ്ഞ് അതങ്ങ് പൊട്ടും. പൊട്ടിയിട്ട് അതിനകത്തൂടെ കണ്ണുനീര് പോലുള്ള വെള്ളം വരും. ശരീരം മൊത്തം വ്യാപിക്കും. വെടിച്ച് കീറി ഇതാവും. കറക്കുമോ? കറക്കും. ശരീരം മൊത്തം കറക്കും. വ്രണമാവും. വലിയ വ്രണമാവും. എത്ര നാളെടുക്കും കരിയാനായിട്ട്? 1 മാസം എടുക്കണ്ട. എണ്ണ കാച്ചി തന്നു കഴിഞ്ഞാൽ 1 മാസം എടുക്കണ്ട. അപ്പൊ ഇത് ഓതി മാറ്റുന്ന സംവിധാനം ഉണ്ടോ? ഉണ്ട്. എത്ര ദിവസം ഓതേണ്ടി വരും? 7 നേരം. 3.5 ദിവസം. 3.5 ദിവസം 7 നേരം ഓതണം. 7 നേരം ഓതണം. അപ്പം ഒരു അത്യാവശ്യം വന്ന ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ചികിത്സ സുഖമായിട്ട് കൊടുക്കുമോ? സുഖമായിട്ട് കൊടുക്കും. പൈസ പ്രത്യേകം പറഞ്ഞു മേടിക്കുമോ? പൈസ ആദ്യം ഒരു ലക്ഷണം വല്ലതും തരും. പക്ഷെ എൻ്റെ ജോലിക്കൂലി എനിക്ക് വേണ്ടി അതെനിക്ക് ഞാൻ ചോദിക്കും. ജോലിക്കൂലി എനിക്ക് കിട്ടണം. അപ്പൊ ഇതുപോലെ എണ്ണയൊക്കെ കാച്ചണ്ടേ? ഇതുപോലെ വ്രണമുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അമ്മ ചികിത്സിക്കും. ഉറപ്പായും ചികിത്സിക്കും. അന്നേരം നമ്മളെ ബന്ധപ്പെടുക എല്ലാവരും. എന്ത് പിന്നെ അതിനകത്ത് ഈ അസുഖം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ആപത്തോ അനർത്ഥങ്ങളോ ഉണ്ടെങ്കിൽ അതിനെയും ഒഴിവാക്കും. അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ രോഗത്തെ നമ്മൾ സുഖപ്പെടുത്തും. ശരി. അമ്മയുടെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞു. ഫോൺ നമ്പർ 79 09 29 57 65. നമസ്കാരം. നമസ്കാരം.